അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂറത്ത് ഫാത്തിഹയുടെ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. സുബഹി നമസ്കാരത്തിൻ്റെ ഫർളിനും സുന്നത്തിനും ഇടയിൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം മുടങ്ങാതെ ഓതിയാൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ കാണാം. സന്താനമില്ലാത്തവർ 44 ദിവസം ഓതിയാൽ ഫലം കാണാം. ഒരു 44 ദിവസം കൊണ്ടായില്ലെങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. അതുകൊണ്ടും ഫലപ്രാപ്തി ഇല്ലെങ്കിൽ മൂന്നാമതും ആവർത്തിക്കുക. ഇൻഷാ അല്ലാഹ് ഫലം തീർച്ചയാണ്. അതുപോലെ എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നാൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. സുബഹി നമസ്കാരത്തിന് ശേഷം 41 ദിവസം 125 പ്രാവശ്യം ഓതി വന്നാൽ ആഗ്രഹങ്ങൾ നിറവേറും. ആരെങ്കിലും ഏതെങ്കിലും ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതിയാൽ ആ യാത്ര തീരുവോളം റബ്ബിൻ്റെ കാവൽ അയാൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ 1,25,000 പ്രാവശ്യം ഫാത്തിഹ ഓതിയാൽ അയാളുടെ ആഗ്രഹം നിറവേറുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരത്തിന് ശേഷം കിബിലയെ മുന്നിട്ട് നിന്നുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ 125 പ്രാവശ്യമോ 313 പ്രാവശ്യമോ അല്ലെങ്കിൽ 1000 പ്രാവശ്യമോ ഓതിയാൽ വളരെ അത്ഭുതങ്ങൾ കാണാം. എന്നാൽ ഓതുന്നതിനിടയിൽ അയാൾ ആരോടും സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ പനിയുള്ളവർക്ക് 40 പ്രാവശ്യം ഓതി ഊതി കുടിക്കാൻ കൊടുക്കുക. അല്ലെങ്കിൽ രോഗിയുടെ മേൽ ഓതി ഊതുക, ഫലം കിട്ടും. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അവരുടെ മനസ്സിൻ്റെ ഉള്ളറിയുന്ന നാഥ, അവരുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയാവൂ റബ്ബേ. ആ ഹലാലായ ഉദ്ദേശങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ നാഥ. തള്ളിക്കളയല്ലേ റബ്ബേ. വിവാഹം ശരിയാവാതെ മനസ്സ് നീറി കഴിയുന്നവരുണ്ട് നാഥ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് നാഥ. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട് നാഥ. മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നാഥ. റബ്ബേ, അവരെ ആരും സഹായിക്കാനില്ലാതെ 4 ചുമരുകൾക്കുള്ളിൽ വെന്ത് നീറി കഴിയുന്നവരുണ്ടാകാം റബ്ബേ. അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് നിനക്ക് മാത്രമേ അറിയാവൂ റബ്ബേ. അവരുടെ വിഷമങ്ങൾ ഒരു നിമിഷം കൊണ്ട് തുടച്ചു നീക്കാൻ കഴിവുള്ളവനാണ് റബ്ബേ നീ. മക്കളുടെയും ഭർത്താവിൻ്റെയും സ്വഭാവ ദൂഷ്യം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാഥ. റബ്ബേ, അവരുടെ സ്വഭാവം നല്ലതാക്കി കൊടുത്ത് നിന്നെ അനുസരിച്ച് നിനക്ക് വേണ്ടി വഴിപ്പെട്ട് ജീവിച്ച് നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ നാഥ. പാപികളാണ് റബ്ബേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരണേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഇന്ന് പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ നാഥ. നാളെ നമ്മയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിപ്പിക്കണേ നാഥ. അല്ലാഹുവേ, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. തള്ളിക്കളയല്ലേ നാഥ. അല്ലാഹുവേ, മാറാ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ നാഥ. അപകട മരണങ്ങളിൽ നിന്നും നീ കാക്കണേ നാഥ. അല്ലാഹുവേ, മക്കളുടെ സ്വഭാവ ദൂഷ്യത്തെ കൊണ്ട് ഒരുപാട് ഉമ്മമാർ വിഷമിക്കുന്നുണ്ട് നാഥ. ആ മാതാപിതാക്കൾക്ക് ഇഹത്തിലും പരത്തിലും ഉപകാരമുള്ള മക്കളാക്കി കൊടുക്കണേ നാഥ. ലഹരി ഉപയോഗത്തിൽ നിന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള മനസ്സ് കൊടുക്കണേ നാഥ. റബ്ബേ, നിന്നെ വഴിപ്പെട്ടവനായി ജീവിക്കാനുള്ള മനസ്സ് കൊടുക്കണേ നാഥ. അല്ലാഹുവേ, ഈ ദുആ സ്വീകരിക്കണേ നാഥ. തള്ളിക്കളയല്ലേ റബ്ബേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.